ആർട്ടിഫിഷ്യൽ കുക്കിംഗ് ഓയിൽ പാം ഓയിൽ 100%. ഫ്ലൈറ്റ് ഇറങ്ങി ഇമിഗ്രേഷൻ കഴിഞ്ഞ് കോലാലംപൂരിലെ ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഞങ്ങൾ ജെൻഡിൽ ഐലൻഡിലേക്ക് പുറപ്പെട്ടു. 4 ബസ്സുകളിലായിട്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. അതിൽ ഞങ്ങളെ കോർഡിനേറ്റേഴ്സും ബസ്സിലുണ്ടായിരുന്നു. കടലിൽ നിന്നൊരു വെള്ളവുമായി കരിമൂകിൽ യൂത്തിന്റെ സംസ്ഥാനത്തുണ്ട് അവൾ കാലത്തെ ഏറ്റവും ചങ്ക് പ്രോ മോമലൊക്കെ നിർത്താൻ പറഞ്ഞോണ്ട് നിർത്തണം. എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, അദ്ദേഹത്തിൻ്റെ വൈഫ്, അതേപോലെ കുഞ്ഞാക്ക, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാത്ത, പിന്നെ ഷീജത്ത, അതേപോലെ തന്നെ അഫ്സാത്ത, നൗഷാദ്ക്ക, പിന്നെ യൂത്തിൻ്റെ പ്രിയ നായകനായ അക്രം ചുണ്ടയിൽ, അതേപോലെ തന്നെ നമ്മുടെ പാലക്കാടിൻ്റെ നായകനായ ബാബു കോട്ടയിൽ, സ്റ്റേറ്റ് സെക്രട്ടറിയായ ജമീൽത്ത, അങ്ങനെ വിവിധ തരം ജില്ലാ നേതാക്കളുമായിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. പല കാഴ്ചകളും കണ്ട്, പല ആക്ടിവിറ്റികളും, പല പാട്ടുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നല്ല എൻജോയ്മെൻറ്റ് യാത്രയായിരുന്നു ഞങ്ങൾ ജെൻഡിൽ ഹൈലൻഡിലേക്കുള്ള യാത്ര. സമുദ്രനിരപ്പിൽ നിന്നും 6000 അടി ഉയരത്തിലേക്ക് കേബിൾ കാറിലെ ആ യാത്ര ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു, പറയാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ എത്രയോ അടി താഴ്ചയിൽ ഓരോരോ കാഴ്ചകൾ കാണുമ്പോൾ നമ്മൾ എവിടെയോ കിടക്കുന്നു, ഇത്രയും മുകളിൽ. പല സമയത്തും ഞങ്ങൾക്ക് എന്താ പറയുക, അത്രയും അത്ഭുതങ്ങളായിരുന്നു. നമ്മൾ ആ ഹോട്ടലിലേക്ക് നേരെ ചെന്ന് ഇറങ്ങിയായിരുന്നു. അവിടെ ചെന്നിട്ടാണെങ്കിലും അതേപോലെ തന്നെ അവിടുത്തെ കാഴ്ചകളൊക്കെ, അവിടുത്തെ ഭക്ഷണം എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു ദിവസം ശരിക്കും ഞങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരുന്നു. അവിടുത്തെ ആ ഓരോരോ ഓർമ്മകളും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി പോയിട്ടുണ്ടായിരുന്നു. ആ ഹോട്ടലിൻ്റെ ഒന്നും എന്താ പറയുക, അത്രയും വലിയ ഹോട്ടലായിരുന്നു, അത്രയും നിറയെ ഭക്ഷണങ്ങളായിരുന്നു. ഏതേത് ഭക്ഷണം എടുക്കണം, എന്തെന്ത് കഴിക്കണം എന്ന് ആർക്കും അറിയില്ലായിരുന്നു. അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് അന്ന് തിരിച്ച് യാത്ര പോകുന്നത്. കുറച്ച് കരുതിയതിലും കുറച്ച് വൈകിട്ടാണ് തിരിച്ച് കോലാലംപൂരേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. എന്തായാലും ശരിക്കും ഞങ്ങൾ അവിടെ ആ ഫുഡും ആ കാഴ്ചകളും ഒക്കെ ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തിരിച്ചു പോരുമ്പോൾ കേബിൾ കാറിൽ നിന്നിലെ ആ കാഴ്ചകൾ, അത് ശരിക്കും കോട മൂടിയിട്ട് ഞങ്ങൾക്കൊന്നും ശരിക്കും എടുത്ത് കാണിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങോട്ട് മുകളിലേക്ക് കയറിയതിലേറെ മറ്റൊരു എക്സ്പീരിയൻസുമായിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നത്. ശരിക്കും ഒരു കാഴ്ചകളും ശരിക്കും കാണാൻ പറ്റില്ല. പുകമറയത്തിനുള്ളിൽ നിന്ന പോലെയായിരുന്നു ഓരോ കാഴ്ചകളും ഞങ്ങൾ കണ്ടത്. എന്തായാലും ഓരോ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കാഴ്ചകൾ, മനുഷ്യർ, ഭക്ഷണം, ഇതിലൊക്കെയുള്ള മാറ്റങ്ങൾ, അതേപോലെ തന്നെ ഭൂമിയുടെ ആ ഒരു വൈവിധ്യം, എന്താ പറയുക, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു കാഴ്ചകൾ, ഇതൊന്നും ഒരിക്കലും നമുക്ക് സ്വയം ഉൾക്കൊള്ളാൻ കഴിയാത്ത പല സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. തിരിച്ച് ഞങ്ങൾ കോലാലംപൂരിലേക്ക് യാത്ര പോന്നു. പിന്നെ അവിടെ ആയിരുന്നു ഞങ്ങൾക്ക് 2 ദിവസം. അതിൽ IBC ഹോട്ടലിലായിരുന്നു ഞങ്ങൾ 2 ദിവസം ഉണ്ടായിരുന്നത്. അവിടുത്തെ സംഭവങ്ങളുമായി നെക്സ്റ്റ് ഡേ വരാം. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ ഒന്നും മറക്കരുത് കേട്ടോ. നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി മുന്നോട്ട് പോകാനുള്ളൊരു ഊർജ്ജം